प्यारे बच्चे नमस्ते. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെന്നാലി രാമനെ കുറിച്ചിട്ടുള്ളൊരു കഥയുടെ പകുതി ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ. कृष्णदेवराय विजयनगर के राजा कृष्णदेवराय के दरबारी के समर्थ बुद्धिमत्ता समर्थता या बुद्धिमान था तेनाली रामन. ഓക്കെ, അതായത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിട്ടുള്ള കൃഷ്ണദേവരായ എന്ന രാജാവിൻ്റെ കൊട്ടാര സദസ്സിലെ സമർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ തെനാലി രാമൻ അല്ലേ. ഒരു ദിവസം അന്യദേശത്തുള്ള ഒരു വിദ്വാൻ, ഒരു സ്കോളർ, ഒരു പണ്ഡിതൻ അവിടേക്ക് വരികയും വിജയനഗരത്തിലേക്ക് വരികയും അവിടുത്തെ രാജസദസ്സിലെ സമർത്ഥരായിട്ടുള്ള ആളുകളെ ഒന്ന് പരീക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി രാജാവ് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ പരീക്ഷണം? അയാളുടെ അടുത്ത് ഒരു ബേഡ് ഉണ്ടായിരുന്നു, ഷീപ്പ് ഉണ്ടായിരുന്നു, ഒരാടുണ്ടായിരുന്നു. ആ ആടിന് മുന്നിൽ ഒരുപാട് പുല്ല് വയ്ക്കുകയും പക്ഷേ പുല്ല് തിന്നാൻ വരുന്ന സമയത്ത് അത് സ്വയം തിന്നാതിരിക്കുകയും ചെയ്യണം. പക്ഷേ അതിന് അപ്പോൾ രണ്ട് മൂന്ന് പേര് കുറേ സജഷൻസ് വെച്ചു. കാരണം എന്തൊക്കെയാണ്, ഒരു സെല്ലിൽ അടച്ചിട്ടിട്ട് അതിന് മുന്നിൽ പുല്ല് വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോയി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, പണ്ഡിതൻ പറഞ്ഞു, അത് സ്വതന്ത്രനായിരിക്കണം, പക്ഷെ അത് പുല്ല് തിന്നാൻ കഴിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞ സമയത്താണ് രാജാവ് ചിന്തിക്കുന്നത്, അബിയഹാം തെനാലി രാമൻ ഹോത്തോ ഇസ്കാ സൂഞ്ച് യാ കിസി ഉപായ് ബോലേഗ അല്ലേ. ഒരു പക്ഷേ തെനാലി രാമൻ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സൂത്രം, ഐഡിയ പറഞ്ഞു തരുമായിരുന്നു അല്ലേ. അതുവരെ നമ്മൾ നിർത്തിയത്. अब देखिए पेज नंबर 20 सेकंड पैराग्राफ. सब दरबारी सोच में पड़ गए. അങ്ങനെയല്ല, सब दरबारी सोच में पड़ गए, किसी को कुछ न सूझा. राजा सोचने लगे, यदि इस समय तेनाली रामन यहाँ होते तो वे ज़रूर कुछ न कुछ उपाय बता देते. सब दरबारी, ആ രാജസദസ്സിലുള്ളവരൊക്കെ സോച്ച് മേ പഡ് ഗേ, കൂടുതൽ ചിന്തിച്ചു നിന്നു. കിസിക്കോ കുച്ച് ന സൂഞ്ച അല്ലേ, ആർക്കും ഒരു സൂഞ്ച മീൻസ് ഐഡിയ, ഒരു സൂത്രമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇത് വായിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്ന മീനിങ്സ് ഓരോ വേർഡ്സിൻ്റെയും മുകളിൽ പെൻസിൽ കൊണ്ട് നിങ്ങൾ എഴുതിയിടണം കേട്ടോ, എന്നിട്ട് മനസ്സിലാക്കണം. രാജ സോച്ചനയിലേക്ക്, അങ്ങനെ രാജാവ് ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിച്ചത്? യദി ഈ സമയത്ത് തെനാലി രാമൻ യഹാം ഹോത്തെ അല്ലേ, ഒരു പക്ഷേ തെനാലി രാമൻ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തോ വേ ജരൂർ കുച്ച് ന കുച്ച് ഉപായ് ബത്താതെങ്കിൽ, എന്തെങ്കിലും സൂത്രം അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. बात मान सम्मान की थी, इसलिए तुरंत तेनाली रामन को बुलवाया गया. वे अपने सब काम छोड़कर दरबार में हाजिर हुए. राजा ने उन्हें सारी बातें बताई. അങ്ങനെ बात मान सम्मान की थी, इसलिए तुरंत तेनाली रामन को बुलवाया गया. ഇത് ഈ ഒരു വെല്ലുവിളി നമ്മുടെ രാജാവ് സ്വീകരിച്ചുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? തുരന്ത് തെനാലി രാമൻ കോ ബുൽവായ, തുരന്ത് സഡൻലി, പെട്ടെന്ന് തന്നെ തെനാലി രാമനെ ബുൽവായ വിളിപ്പിച്ചു. വേ അപ്പനെ സബ് കാം ചോഡ്കർ, ഇത് കേട്ടപ്പോൾ തെനാലി രാമൻ എന്ത് ചെയ്തു? അപ്പനെ സബ് കാം, തൻ്റെ എല്ലാ ഡ്യൂട്ടികളും ജോലികളും ചോഡ്കർ, ചോഡന മീൻസ് നിർത്തിയിട്ട് അതവിടെ വെച്ചുകൊണ്ട് ദർബാർ മേ ഹാസിർ ഹുയെ, ദർബാറിലെ ആ റോയൽ കോർട്ടിൽ പ്രസൻ്റായി. ഹാസിർ ഹോന പ്രസൻറ്റ്. രാജാനെ ഉന്നെ സാരി ബാത്തേം ബത്തായി, രാജാവ് അവനോട് തെനാലി രാമനോട് സാരി ബാത്തേം ബത്തായി, അയൽ ഗ്രാമത്തിൽ നിന്ന് വന്ന പണ്ഡിതൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷണത്തെക്കുറിച്ചൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തു. കുച്ച് സോച്ച് കർ തെനാലി രാമൻ പോലെ, കുറച്ചു നേരം ചിന്തിച്ചിട്ട് തെനാലി രാമൻ പറഞ്ഞു, മഹാരാജ് മുജേ കേവൽ, മഹാരാജാവേ മുജേ എനിക്ക് കേവലം एक घंटे का समय दे दीजिए. एक घंटे का 1 hour, 1 hour. ओके, एक घंटा मीन्स 1 hour. समय दे दीजिए, എനിക്കൊരു മണിക്കൂർ ടൈം തന്നാലും. രാജ പോലെ, രാജാവ് പറഞ്ഞു, ടീക് ഹേ, ശരി.
തെന്നാലിരാമൻ ബാഹർ കി ഓർ ചലേ ഗയേ. അങ്ങനെ തെന്നാലിരാമൻ ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ബാഹർ കി ഓർ ചലേ ഗയേ, പുറത്തേക്ക് പോയി. ഏക്ക് ഗണ്ടേ ബാദ് തെന്നാലിരാമൻ ദർബാർ മേ ലൗട്ടെ. അങ്ങനെ ഏക്ക് ഗണ്ടേക്ക് ബാദ് അല്ലേ, 1 മണിക്കൂറിന് ശേഷം തെന്നാലിരാമൻ എന്ത് ചെയ്തു? ദർബാർ മേ ലൗട്ടെ, റോയൽ കോർട്ടിലേക്ക് തിരികെ വന്നു. ലൗട്ട്ന മീൻസ് ടു കം ബാക്ക്. ഉൻകെ സാത്ത് ഏക് ശിക്കാരി താ. ഉൻകെ സാത്ത് അദ്ദേഹത്തോടൊപ്പം ഏക് ശിക്കാരി താ. ദ ശിക്കാരി ഹണ്ടർ അല്ലേ, ഒരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു. ശിക്കാരിക്ക് ഹാത്ത്, ശിക്കാരിയുടെ കൈകളിൽ ജൻസീർ തീ. എന്താ ജൻസീർ? ചങ്ങല ഉണ്ടായിരുന്നു. ഔർ ജൻജീർ മേ, ആ ചങ്ങലയിൽ ബന്ദേത്തെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ദോ ഭയങ്കർ, 2 ഭയങ്കരന്മാരായിട്ടുള്ള ഊഞ്ചേ ലംബേ, നീണ്ട് ഉയർന്ന കുത്തെ ഡോഗ്സ് അല്ലേ, 2 വലിപ്പമുള്ള 2 ഭയങ്കരന്മാരായിട്ടുള്ള 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. സബ് ദർബാരി ഉൻകി ഓർ അച്ചരജ് സെ ദേഖ്നെ ലഗെ. സബ് ദർബാരി, രാജസദസ്സിലുള്ള എല്ലാവരും ഉൻകി ഓർ അല്ലേ, അദ്ദേഹത്തിന് നേരെ അച്ചരജ് സെ, എന്താ അച്ചരസ്? അച്ചരജ് സർപ്രൈസ് അല്ലേ, വളരെ അത്ഭുതത്തോടു കൂടി ദേഖ്നെ ലഗെ, നോക്കാൻ തുടങ്ങി. തെന്നാലിരാമനെ സേവകോം കോ ആദേശ് ദിയ. അങ്ങനെ തെന്നാലിരാമൻ സേവകോം കോ സർവൻസിന് ആദേശ് ദിയ, കമാൻഡ് ചെയ്തു, അവരോട് ആജ്ഞാപിച്ചു. എന്താ ആജ്ഞാപിച്ചത്? ഇൻ ദോനോം കുത്തോം കോ, ഈ 2 ഡോഗ്സിനെയും ഗംബേസെ, എന്താ ഗംബ? തൂണ് അല്ലെ, ഈ തൂണിൽ ബാന്ത് ദിയാ ജായി, ഇവിടെ കെട്ടിവെക്കാം, അതായത് കണക്ട് ചെയ്യാം അല്ലെ, അവരെ ആ 2 ഡോഗ്സിനെയും ഒരു തൂണിൽ കെട്ടിയിടാൻ പറഞ്ഞു. അവർ ഉൻകെ പാസ്, എന്നിട്ട് ഉൻകെ പാസ് ആ ഡോഗ്സിന് അടുത്ത് താസി മീൻസ് മോർ, കൂടുതൽ ഹരി ഗാസ് രഗതി ജായി, നല്ല കൂടുതൽ ഒരുപാട് ഹരി ഗാസ് പച്ച പുല്ലുകൾ രഗ് ജായി വെക്കാനും പറഞ്ഞു. സേവകോമിനെ ആഖ്യാക്ക പാലൻ കിയ. അങ്ങനെ സർവൻസ് ഭടന്മാർ എന്ത് ചെയ്തു? ആഖ്യാക്ക പാലൻ കിയ, അവരുടെ ആജ്ഞ, തെന്നാലിരാമൻ്റെ ആജ്ഞ പാലിച്ചു. അതുപോലെ അവർ ചെയ്തു. പിക്ചറിൽ കാണാണ്ട് കണ്ടോ? സേവകോമിനെ ആഖ്യാക്ക പാലൻ കിയ, തെന്നാലിരാമനെ വിദ്വാൻസെ കഹ. എന്നിട്ട് തെന്നാലിരാമൻ എന്ത് ചെയ്തു? ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് തെന്നാലിരാമൻ ആ സ്കോളറിനോട് പറഞ്ഞു, പണ്ഡിതനോട് പറഞ്ഞു, മഹാശയ് ലീജിയെ ഗാസ് രഗതി ഗയി ഹെ. മഹാശയ് ലീജിയെ ഗാസ് രഗതി ഗയി ഹെ അപ്പനി ബേഡ് ലായിയെ. എന്താ പറഞ്ഞത്? ഇനി എന്താ ചെയ്തോളൂ? ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗാസ് രഗതി ഗയി ഹെ, ഞങ്ങൾ പുല്ലിവിടെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പനി ബേഡ് ലായിയെ, നിങ്ങളുടെ ബേഡിനെ കൊണ്ടുവന്നാലും. ഉസേ ഗാസ് ഗാനേക്ക് പൂരി ആസാദി ഹെ. ഉസേ, അതിന് ഗാസ് ഗാനേക്ക്, ഗ്രാസ് പുല്ല് കഴിക്കാനുള്ള, ഗാനേക്ക് കഴിക്കാനുള്ള, പൂരി ആസാദി ഹെ, മുഴുവൻ ആസാദി സ്വാതന്ത്ര്യവും അതിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ 2 വലിയ ഡോഗ്സിനെ അവിടെ കൊണ്ടുവന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ ഒരുപാട് പുല്ലുകെട്ടുകൾ വെച്ചിട്ടുണ്ട്. നല്ല ഹരി ഗാസ് അല്ലേ, നല്ല പച്ച പുല്ലുകൾ കൊണ്ടുവന്ന് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് പണ്ഡിതനോട് പറഞ്ഞു തെന്നാലിരാമൻ, അബ് ആപ്കി ബേഡ്ക്കോ ലായി, നിങ്ങളുടെ ബേഡിനെ കൊണ്ടുവന്നാലും എന്താണ്? ഗാസ് ഗാനിക്ക് പൂരി ആസാദി ഉസ്കോ അല്ലേ, എന്താണ്? ഈ പുല്ല് കഴിക്കാനുള്ള പരിപൂർണ സ്വതന്ത്രനാണ് ആട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വിദ്വാൻ ബേഡ്ക്കോ ലേക്കറായ, അങ്ങനെ ആ വിദ്വാൻ എന്ത് ചെയ്തു? ആ ബേഡിനെ കൊണ്ടുവന്നു. ജൈസെ ഹി കുത്തോനെ ബേഡ്ക്കോ ദേക്ക വേ ജോർ ജോർ സെ ബൗങ്കനെ ലഗെ. അങ്ങനെ കുത്തോനെ, ഈ ഡോഗ്സ് ബേഡ്ക്കോ ദേക്ക, ബേഡിനെ കണ്ടു. വേ, ആ ഡോഗ്സ് ബേഡിനെ കണ്ടപ്പോൾ ജോർ ജോർ സെ ബൗങ്കനെ ലഗ, ജോർ ജോർ സെ, നല്ല ലൗഡായിട്ട് ഉച്ചത്തിൽ എന്ത് ചെയ്തു? ഭൗങ്കനെ ലഗ. ഭൗങ്കന മീൻസ് ബാർക്കിംഗ്, കുരയ്ക്കാൻ തുടങ്ങി. ബേഡ് ഡർ ഗയി, ഇത് കേട്ടപ്പോൾ നമ്മുടെ ബേഡ് ഡർ ഗയി. ഡർന മീൻസ് ഫിയർ, പേടിച്ചു പോയി. ഗാസ് ഗാനാത്തോ ദൂർ ബേഡ് ഏക്ക് കദം ബി ആകെ ഇന്നപടി. ഗാസ് ഗാനാത്തോ, ആ പുല്ല് കഴിക്കാൻ, ദൂർ ബേഡ് ഏക്ക് കദം, കദം മീൻസ് കാൽവെപ്പ്, ഒരു കാലടി പോലും ആകെ ഇന്നപടി വന്നില്ല. തെന്നാലിരാമനെ തബ് വിദ്വാൻസെ കഹ, തെന്നാലിരാമൻ അപ്പോൾ ആ പണ്ഡിതനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദേഖ് ലീജിയെ ശ്രീമാൻ, നോക്കൂ ശ്രീമാൻ, ബേഡ് ഗാസ് തക്ക് ജാ ബി സക്തി ഹെ. ഈ ബേഡ് ഗാസ് തക്ക്, പുല്ല് കിടക്കുന്നത് വരെ, ജാബി സക്തി ഹെ, പോകുന്നുണ്ട്. അവർ ഗാബി സക്തി ഹെ, പിന്നെന്താണ്?
घर तक जा भी सकती है, അതായത് ബേഡ് घास तक जा भी सकती है, പുല്ല് കിടക്കുന്നത് വരെ ഈ ബേഡിന് जा सकती है പോകാൻ കഴിയും. ഔർ എന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗാ भी सकती है കഴിക്കാനും, ഗാന മീൻസ് ഈറ്റിംഗ്, കഴിക്കാനും കഴിയുന്നുണ്ട്. ലേക്കിൻ വഹ് തോ ഇസ്കെ നികട്ട് जा भी नहीं रही, ലേക്കിൻ ബട്ട് എന്നാൽ, വഹ് തോ അവന് അതിന്, ഇസ്കെ നിക്കട്ട് അതിനടുത്തേക്ക്, ജാബി നെഹി രഹി അത് അതിനടുത്തേക്ക് പോകുന്നില്ല. ഇപ്പം അത് പൂർണ്ണ സ്വതന്ത്രനാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റും, ആ പുല്ല് കിടക്കുന്ന ഭാഗത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വഹാംസെ വ ഗാസ് ഗാനേക്ക് സക്തി ഹെ അല്ലേ, ആ പുല്ല് കഴിക്കാനും അതിന് കഴിയും. ലേക്കിൻ ബട്ട് എന്നാൽ, വ തോ ഇസ്കെ നിക്കട്ട് ജാബി നെഹി രഹി പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, അതിനടുത്തേക്ക് പോകുന്നില്ല അല്ലേ. വിദ്വാൻ ബോല ഇത് കേട്ടപ്പോൾ ആ സ്കോളർ പറഞ്ഞു, തെനാലിരാമൻ തും സച്മുച്ച് ബുദ്ധിമാൻ ഹോ, തുമാരെ ഭാരെ മേ ജൈസ സുനാത്ത വോ ആജ് തേക്ക് ബി ലിയ. തെനാലിരാമൻ തും സച്മുച്ച് ബുദ്ധിമാൻ ഹോ, നീ എന്താണ് യഥാർത്ഥത്തിൽ, സച്മുച്ച് മീൻസ് ആ റിയാലിറ്റി, റിയൽ അല്ലേ, റിയലി എന്താണ്, ബുദ്ധിമാൻ ഹോ നീ ആരാണ്, ബുദ്ധിമാനാണ്. തുമാരെ ഭാരേമേ നിങ്ങളെക്കുറിച്ച്, ജൈസ സുനാത്ത ജൈസ മീൻസ് ഹിയർ മോർ അല്ലേ, ധാരാളം ഞാൻ കേട്ടിരിക്കുന്നു. വോ ആജ് ദേക്ക് ബി ലിയ ആ കേട്ട കാര്യം, ആജ് ഇന്ന്, ടുഡേ മേം ദേക്ക് ബി ലിയ കാണുകയും ചെയ്തു ഞാൻ. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആളുകൾ ഒരുപാട്, നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെക്കുറിച്ച് ആളുകൾ ഒരുപാട് പറയുന്ന കാര്യം ഞാൻ കേട്ടു, പക്ഷേ ഇന്ന് ഞാനത് അനുഭവിച്ചറിയുക തന്നെ ചെയ്തു എന്ന് വിദ്വാൻ പറയുന്നു. राजा स्वयं तेनालीरामन के पास पहुंचे और बोले, वो तेनालीरामन वाह मुझे तुम पर गर्व है, लेकिन तुम्हारे दिमाग में ये तरकीब आई कैसे. രാജ സ്വയം തെന്നാലിരാമൻ കെ പാസ് പहुंचे. ഇത് കേട്ടപ്പോൾ നമ്മുടെ കൃഷ്ണദേവരായ എന്ത് ചെയ്തു, സ്വയം രാമൻ കെ പാസ് പहुंचे തെനാലിരാമൻ്റെ അടുത്തേക്ക് പഹൂഞ്ചന മീൻസ് ടു റീച്ച് എത്തി. അവർ പോലെ എന്നിട്ട് പറഞ്ഞു, വാവ് തെന്നാലിരാമൻ വാവ്, എന്താ വാവ് മീൻസ് പ്രശംസിക്കുകയാണ് കേട്ടോ. തെനാലിരാമൻ മുജേ തും പർ ഗർവ് ഹേ നിങ്ങളെക്കുറിച്ച് എനിക്ക് ഗർവ് മീൻസ് പ്രൈഡ്, അഭിമാനം തോന്നുന്നു. ലേക്കിൻ എന്നാൽ, തുമാരെ ദിമാഗ് മീൻസ് ബ്രെയിൻ നിങ്ങളുടെ ബുദ്ധിയിൽ, ഈ തർക്കീബ് മീൻസ് പ്ലാൻ ഈ പ്ലാനിങ്, और आई कैसे എങ്ങനെ വന്നു, എങ്ങനെ ഈ ഐഡിയ നിങ്ങൾക്ക് തോന്നി. तेनालीरामन ने बोले महाराज गाने का शौक तो सबको होता है, लेकिन जब मौत सामने घड़ी हो तो कुछ गाने का विचार भी मन में नहीं आता. തെനാലിരാമൻ പറയാണ്, മറുപടി പറയുന്നു, മഹാരാജാവേ ഗാനേക്ക ഷൗക്ക്, ഗാന ഫുഡ് ഈറ്റിംഗ് അല്ലേ, കഴിക്കാനുള്ള ഷൗക്ക് ആഗ്രഹം, ഡിസയർ കഴിക്കാനുള്ള, ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം, തോ സബ്കോ ഹോത്താ ഹെ എല്ലാവരിലും ഉണ്ട്. ലേക്കിൻ ബട്ട് എന്നാൽ, ജബ് മൗത്ത് സാമനെ ഗഡി ജബ് എപ്പോഴാണോ മൗത്ത് മീൻസ് ഡെത്ത്, എപ്പോഴാണോ മരണം, സാമനെ ഗഡി ഹോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്, തോ കുച്ച് ഗാനേ കാ വിചാർ അപ്പോൾ നമ്മുടെ മരണം മുന്നിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരിലും എന്തുണ്ട്, കഴിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, ആർത്തിയുണ്ട്. പക്ഷേ ജബ് ഹമാരെ സാമനെ മൗത്ത് ആ ഗഡി ഹോത്തോ എപ്പോഴാണോ നമ്മുടെ മുന്നിൽ മരണം വന്ന് നിൽക്കുന്നത്, കുച്ച് ഗാനേ കാ വിചാർ ബി അപ്പോൾ കുച്ച് ഗാനേ കാ ഒന്നും കഴിക്കാനുള്ള വിചാർ ബി മന്മേ നെഹിയാത്ത മനസ്സിലുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മറുപടി അദ്ദേഹം പറഞ്ഞത്, സബീക്കോ അന്തർ ഗാനേക്ക് ഷൗക്ക് ഹേ എല്ലാവരുടെ ഉള്ളിലും കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. ലേക്കിൻ മൗത്ത് ഹമാരെ സാമനെ ആത്തേത്തോ അല്ലേ, ഒരു മരണം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ എന്താണ്, ഗാനേക്ക വിചാർ ബി മന്മേ നെഹിയും ആത്ത കഴിക്കാനുള്ള വിചാരം ഉണ്ടാവില്ല. അതായത് നമ്മുടെ ബേഡിന് നന്നായിട്ടുള്ള വിശപ്പുണ്ട്, അപ്പോൾ അത് പുല്ല് കഴിക്കാനുള്ള തയ്യാറെടുക്കുന്ന സമയത്താണ്, സ്വാതന്ത്ര്യത്തോടു കൂടെ വന്ന് കഴിക്കുന്ന സമയത്താണ് ഈ ഡോഗ്സ് അതിനെ കണ്ട് ബാർക്ക് ചെയ്യുന്നത് അല്ലേ. ആ സമയത്ത് അതിനെന്ത് ചെയ്യുക, ഒരടി പോലും മുന്നോട്ട് വെക്കാനാവില്ല. അതായത് അവയെ പേടിച്ചിട്ട് അത് ഫുഡ് കഴിക്കാൻ റെഡിയായില്ല. അപ്പോൾ ഈ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. മഹാരാജിനെ ഖുശ് ഹോക്കർ തെനാലിരാമൻ की पीठ दबदबाई और अपने मोतियों का हार उतार कर तेनालीरामन को पहना दिया. മഹാരാജൻ ഖുശ് ഹോക്കർ ഹാപ്പിയോടെ, തെനാലിരാമൻ്റെ പീഠ് പുറത്ത്, ദബ്ദബായി എന്ത് ചെയ്തു, പുറത്ത് ഇങ്ങനെ തട്ടി, സ്നേഹത്തോടു കൂടി തട്ടിയിട്ട് എന്ത് ചെയ്തു, അപ്പനെ മോത്തി മീൻസ് പേൾ തൻ്റെ മുത്തിൻ്റെ,
ഹാർ ഉത്താർക്കർ തൻ്റെ കഴുത്തിലുള്ള പേളിൻ്റെ ഹാർ ചെയിന് ഉത്താർക്കർ അഴിച്ചിട്ട് ഊരിയിട്ട് തെന്നാലിരാമൻക്കോ പേനാദയ അതെന്ത് ചെയ്തു തെന്നാലിരാമന് ഇട്ടുകൊടുത്തു ഗിഫ്റ്റായിട്ട്. രാജാ കൃഷ്ണദേവരായ് അവർ അന്യ ദർബാരി സബി ഖുഷി ഹോ ഗയെ. അങ്ങനെ രാജാ കൃഷ്ണദേവരായ് അവർ അന്യ ദർബാരി മറ്റ് രാജസദസ്സിലുള്ളവരും സബി ഖുഷ് ഹോ ഗയെ എല്ലാവരും എന്ത് ചെയ്തു ഹാപ്പിയായി. ദർബാർ മേ ഖുശ്നുമാ മാഹോൽ ത. അങ്ങനെ ആ രാജസദസ്സിൽ ഖുശ്നുമാ മാഹോൽ ത എല്ലാവരും എന്ത് ചെയ്തു ഹാപ്പിയായി. ഓക്കെ, प्रस्तुत कहानी बार बार पढ़ना, कोई संदेह है तो मुझसे पूछिए. आप देखिए इसका शब्दार्थ या वर्ड मीनिंग. गर्व, गर्व मीन्स गौरव, प्राइड, अभिमानम अल्ले. तुरंत मीन्स तुरंत उसी समय, इंस्टेंटली अल्ले आ समयത്ത്. कार्य, कार्य मीन्स काम, एक्ट, प्रवर्तनम. अर्थ मतलब मीनिंग. हाजिर उपस्थित, प्रेजेंट. नेक्स्ट गुद स्वयं, सेल्फ स्वयं. पाबंदी रोक, रेस्ट्रिक्शन. भयंकर खतरनाक, डेंजरस. आज्ञा आदेश, ऑर्डर. सम्मान आदर इज्जत, रेस्पेक्ट. ओके, इस सभी मीनिंग must want to write 5 times in your notebooks. ओके, प्रस्तुत पाठ भाग बार बार पढ़ना. ओके, आज की कक्षा मैं यहाँ समाप्त करती हूँ. धन्यवाद.